ജാവാസ്ക്രിപ്റ്റിൽ ഇത് ആൻഡ് ഓപ്പറേറ്റർ ആണ്. സോ ആൻഡ് ഓപ്പറേറ്റർ തീരുമാനിക്കുന്നത് നമ്മൾ കൊടുത്ത വാല്യൂ എല്ലാം ട്രൂത്തി ആണോ അല്ലയോ എന്നുള്ളതാണ്. ട്രൂത്തി എന്ന് പറഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റിൽ ഇത്രയും വാല്യൂസ് ഫോൾസി വാല്യൂസ് ആണ്, ബാക്കി എല്ലാം തന്നെ ട്രൂത്തി വാല്യൂസ് ആണ്. സോ നമ്മുടെ അടുത്ത് ഇത്രയും വാല്യൂസ് ഉണ്ടെങ്കിൽ T1 ആൻഡ് T2 ആൻഡ് T3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് ഇത് എന്തെങ്കിലും റിട്ടേൺ ചെയ്യും. അത് നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം. സോ ഈ ആംപർസൻഡ് വാല്യൂ എല്ലാം ട്രൂത്തി ആണെങ്കിൽ അത് ട്രൂത്തി റിട്ടേൺ ചെയ്യും. ഏതെങ്കിലും ഒരെണ്ണം ഫോൾസി ആണെങ്കിൽ അത് ഫോൾസി വാല്യൂ റിട്ടേൺ ചെയ്യും. സോ ഈ ഒരു കേസിനകത്ത് ഇതെല്ലാം ട്രൂത്തി ആയതുകൊണ്ട് അവൻ ഈ ട്രൂത്തി വാല്യൂണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. ഈ എല്ലാ വാല്യൂം ചെക്ക് ചെയ്താലാണ് ഇത് എല്ലാം ട്രൂത്തി ആണോ മനസ്സിലാവുന്നത് കൊണ്ടാണ് എല്ലാം ട്രൂത്തി ആണെങ്കിൽ അവൻ ലാസ്റ്റ് വാല്യൂ റിട്ടേൺ ചെയ്യുന്നത്. ഇനി ഏതെങ്കിലും ഒരെണ്ണം ഫോൾസി ആണെങ്കിലോ ഈ റിസൾട്ട് ഫോൾസി ആയിരിക്കും. അത് എവിടുന്നാണോ അവന് ഫോൾസി കണ്ടത് ആ വാല്യൂ ആയിരിക്കും അവൻ റിട്ടേൺ ചെയ്യുക. ഈ സ്റ്റേറ്റ്മെന്റ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇഫ് ബ്ലോക്കുകളിലൊക്കെയാണ്. അതായത് ഈ വാല്യൂ എല്ലാം ട്രൂ ആയാൽ മാത്രം നമുക്കൊരു ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്താൽ മതിയെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. സോ ഇഫ് സ്റ്റേറ്റ്മെന്റ് ട്രൂത്ത് റിട്ടേൺ ചെയ്തുകൊണ്ട് ഈ ബ്ലോക്ക് അവൻ എക്സിക്യൂട്ട് ചെയ്തു. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ ഫോൾസി ആയാലോ ആ മൊത്തം സ്റ്റേറ്റ്മെന്റ് ഫോൾസ് റിട്ടേൺ ചെയ്തു. ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തില്ല. കൂടുതൽ ജാവാസ്ക്രിപ്റ്റ് വീഡിയോകൾക്ക് കൂടുമലയാളം യൂട്യൂബ് ചാനൽ തീർച്ചയായും കാണുക.